ബുക്ക് വായിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എലമെൻറ്റ്സ് മിസ്സിങ് ഉണ്ട്. ബുക്കിൽ വായിക്കുമ്പോൾ ഇച്ചിരി കൂടെ, പക്ഷെ ബുക്ക് വായിക്കുന്ന അത്ര ഫീല് കിട്ടത്തില്ല. ഇപ്പോൾ സിനിമയാണ് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. നല്ല സിനിമയായിരുന്നു. പിന്നെ എന്തെന്ന് പറയാം, ഇതിൽ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്ന് വെച്ചാൽ അത് നമുക്ക് എന്തോ ഹൃദയത്തിൽ സ്പർശിച്ചു. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ ഒരു ജീവിതം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കഷ്ടം തന്നെ. എനിക്കിത്രേ പറയാനുള്ളൂ. നല്ല മൂവിയായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം. എൻ്റെ അച്ഛനൊരു പ്രവാസിയാണ്, കണ്ടപ്പോൾ കണ്ണ് കരങ്ങി. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം. ഓരോരുത്തരുടെ അവസ്ഥയും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നല്ല മൂവിയാണ്. നല്ല സിനിമയായിരുന്നു. എല്ലാം കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാം പെർഫോമൻസ് ആയാലും പിന്നെ സിനിമാറ്റോഗ്രഫി പിന്നെ എല്ലാം മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. ഒന്നും കുറ്റം പറയാനെടുത്ത് തോന്നി. അഭിനയം ഒരു രക്ഷയില്ല. എല്ലാ സമയത്തും പൃഥ്വിരാജ് പറയണേ അഹങ്കാരത്തോട് പറയണമെങ്കിൽ ഇനി അങ്ങനെ അഹങ്കാരത്തോടെ പറയാനുള്ള സിനിമ തന്നെയാണ്. 100% ഫുൾ ഡെഡിക്കേഷൻ. നല്ല ഒരു രക്ഷയില്ല സിനിമ. ബ്ലെസ്സിയുടെ ഇത്രയും കാത്തിരിപ്പ് കംപ്ലീറ്റ് ആണ്. മലയാളത്തിൽ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനത്തോടെ പറയാം. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. വളരെ നല്ല സിനിമ, കൊള്ളായിരുന്നു. എല്ലാം പടം വേറെ നാഷണൽ അവാർഡ് എല്ലാം ഉറപ്പാണ്, ഓസ്കാർ അവാർഡ് എല്ലാം ഉറപ്പാണ്, വേറെ ഒന്നും പറയില്ല. ചെറുതായിട്ട് ലൈക്ക് കരച്ചിൽ വരുന്നു. കൊള്ളാം, നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഓബ്വിയസ്ലി. പിന്നെ എന്താ പറയുക, ഏത് ലാംഗ്വേജിലാണെങ്കിലും ഇത് ഓബ്വിയസ്ലി ഹിറ്റ് ആവേണ്ട പടം തന്നെയാണ്. എനി വൺ ക്യാൻ റിലേറ്റ് ടു ദിസ്. ഇഫ് യു ആർ എ ഹ്യൂമൻ ബീങ് യു ക്യാൻ റിലേറ്റ് ടു ദിസ് ഫിലിം. ഇല്ല, ഞാൻ കണ്ട പടത്തിൻ്റെ അത് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനൊന്നും തോന്നുന്നില്ല. ഒരു ലാഗും എനിക്ക് തോന്നുന്നില്ല. ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് ജം ഓഫ് എ പെർഫോമൻസ് ഫ്രം ബ്ലസ്സി ആസ് വെൽ ആസ് പൃഥ്വിരാജ്. നല്ലതായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു പൃഥ്വി. സത്യമായിട്ടും എൻ്റെ അച്ഛനും ഓർത്ത് ഞാനായിരുന്നു കാര്യം. എൻ്റെ അകത്ത് അത്രയും നല്ല ഫീലാവണ മൂവിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് വാച്ചായിരിക്കും. ഇല്ല നെഗറ്റീവ് അടിക്കാൻ അതിനകത്ത് ഒന്നുമില്ല. അത് ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ്. അതിൽ നെഗറ്റീവ് അടിക്കില്ല. അതും അനുഭവിച്ചവർക്ക് അതിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. അതൊക്കെ അവർക്ക് ബോധമില്ലെന്നേ പറയുള്ളൂ. ഇതിനൊന്നും നെഗറ്റീവ് അടിക്കൊന്നുമില്ല. ജീവിതം പൃഥ്വിരാജ് അങ്ങ് ജീവിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ. പ്ലസ് ഇതുപോലൊരു സംവിധായകൻ മലയാളത്തിൽ ഇത്രയും സൂപ്പറാണ്. നല്ലൊരു സിനിമയാണ്. അതിൽ ജീവിച്ചിരിക്കുകയാണ് അവർ എല്ലാവരും. AR റഹ്മാൻ്റെ മ്യൂസിക് ആയാലും റസൂൽ പൂക്കുട്ടിയാലും എല്ലാം ക്യാമറമാൻ ഉൾപ്പെടെ എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കരഞ്ഞത് നല്ലതായിരുന്നു. അസാധ്യ അഭിനയമായിരുന്നു. ആ ട്രാൻസ്ഫോർമേഷനും എല്ലാം ഭയങ്കര അടിപൊളി. പൃഥ്വിരാജ് കലക്കി.